ഡയമോണ്ടി കോളനി 2 OTT റിലീസായിട്ടുണ്ട്. ഈ പടം സെക്കൻഡാണ് പടത്തിൻ്റെ. അതിൻ്റേതായിട്ട് ആ പടത്തിന് ഫുള്ള് റിലേറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ അതേ സെക്കൻഡ് തന്നെ നമുക്ക് പറയാം. അതിൻ്റെ അവിടുന്ന് ആ ഫസ്റ്റ് പടത്തിൻ്റെതായിട്ടുള്ള കുറേ സീനുകളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂഷൻ ഈ സിനിമയിലുണ്ട്. കാരണം അതിലത്തെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. എനിക്ക് ഫസ്റ്റ് തന്നെയാണ് ഇഷ്ടം, സെക്കൻഡ് ഇഷ്ടമായില്ല എന്നല്ല പറയണത്. പക്ഷേ സെക്കൻഡിനേക്കാളും എനിക്കിഷ്ടം ഫസ്റ്റാണ്. ഇതിപ്പോൾ ഫസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കാണാം. ഫസ്റ്റ് സൂപ്പറായ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല അത് രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ മേക്കിംഗ് കൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ പേടിക്കാനുള്ള മാത്രം ഒന്നും ഈ സിനിമയിലില്ല. ഞാൻ പേടിച്ച സീനുകളൊന്നും ഇല്ല. ഞാൻ പ്രേതപടങ്ങൾ കണ്ടാൽ പേടിക്കില്ല. അപ്പോൾ പേടിക്കാൻ അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ രാത്രിയൊക്കെ ഇരുന്ന് കാണാനൊക്കെ നല്ല സെറ്റായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. OTT ഇറങ്ങിയ കാരണം ഫോണിൽ അത്ര എക്സ്പീരിയൻസ് കിട്ടില്ല. പിന്നെ എനിക്ക് നെഗറ്റീവ് ചെറുതായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ നന്നായി ചെയ്തിട്ട് VFX നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഒരു 40 മിനിറ്റ് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണ്ടാറ് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ചടപട ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ അതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കും. എന്ന് വെച്ചാൽ ഇതിൽ ഒരു മറ്റേ ഓരോ കഴിഞ്ഞ കാര്യങ്ങളിൽ ആദ്യം കാണിക്കണത്. അങ്ങനെ പടം പോയി പിന്നെ ടുഡേ എന്ന് പറഞ്ഞിട്ട് അതിൽ വരും. അവിടെ നിന്ന് അങ്ങോട്ട് പടം പിന്നെ നൈസാണ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പ്രേതങ്ങൾ എന്ന് വെച്ചാൽ പേടിപ്പിക്കാൻ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അഭിനയ വയസ്സ് ഇപ്പോൾ എല്ലാവരും ഒരാളിനെ മാത്രം പറയാൻ പറ്റില്ല. എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിലാണ് അഭിനയിച്ചേക്കുന്നത്. ഞാൻ കുറേ പ്രതീക്ഷിച്ചു, പക്ഷെ അതിനുള്ളതൊന്നും എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ നമ്മുടെ മെയിനാണുള്ള പ്രേതത്തിനെ കാണിക്കുന്ന സീന് ക്ലൈമാക്സിനോട് അടുക്കണോട് കൂടിയിട്ടാണ് ഫസ്റ്റ് ഒരു സീൻ കാണിക്കും. അത് ബോംബായിട്ടുണ്ട്. പക്ഷെ ആ പഴയ സിനിമയുടെ പോലെ ആ ഒരു എന്താ പറയുക, ഒരു ഗെത്തുണ്ട്, വില്ലൻ്റെ ഒരു ഗെത്തുണ്ട്. അത് എനിക്കിതിൽ ഫീലായില്ലേ. പിന്നെ ഇവർ ചെയ്തേക്കണ സെറ്റ് ഇട്ടേക്കണതൊക്കെ നന്നായിട്ടുണ്ട്. സിനിമ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ BGM എനിക്ക് കുറച്ചും കൂടി രസമാക്കായിരുന്നു എന്ന് തോന്നി. ഓൾറൗണ്ട് ഏവറേജ് അല്ല, തന്നെ നോർമലല്ല, എന്നാലും നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റും. ഒരു 40 മിനിറ്റ് വരെ നിങ്ങൾക്ക് വലിയ എയിമായിട്ട് പോകില്ല. അവിടെ നിന്ന് അങ്ങോട്ട് തന്നെയാണ് പിന്നെ കയറുള്ളൂ. പിന്നെ കുറേ കണക്ഷൻസ് വരും സിനിമയിൽ. കുറേ സീനുകൾ ഫസ്റ്റ് കാണിച്ചു പോകുന്നത് അതിനൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുവയ്ക്കുക. നിങ്ങൾക്ക് എന്തായാലും കണ്ടുവെന്ന് വെച്ചിട്ട് സമയം പോയി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ.